ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കനലായി, കനിവായി, കരമായി ക്രിസ്തുവിൻ്റെ സന്ദേശം നാം ഒക്കെ ഹൃദയത്തിൽ കാത്തുസൂക്ഷിക്കുമ്പോഴാണ് പുൽക്കൂട്ടിലെ ഉണ്ണി യേശുവിന് പ്രിയപ്പെട്ടവരായി നാം ഓരോരുത്തരും മാറുക. ഈശോ മിശിഹായ്ക്ക് ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്പേസ് ചാനലിൻ്റെ വചന വിചിന്തന വേദിയിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം. ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന ദിനമാണ് ഈശോ മിശിഹായുടെ ജനന തിരുനാൾ ദിവസം. അതുകൊണ്ടാണ് ഈ 25 ദിനങ്ങൾ നാം നോമ്പ് നോറ്റും ദൈവസ്തുതികൾ അധരങ്ങളിൽ കാത്തുസൂക്ഷിച്ചും ജീവിത വിശുദ്ധി കൂടുതലായിട്ട് പാലിച്ചുകൊണ്ടും വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ടും നമ്മൾ ഈ തിരുനാളിനായിട്ട് നമ്മെ തന്നെ ഒരുക്കിയിരുന്നത്. വേദന നിറഞ്ഞ നമ്മുടെ ജീവിതത്തിലേക്ക് സമാധാനമായി, ശാന്തിയായി, സ്നേഹമായി ഈശോനാഥൻ കടന്നു വരുമ്പോൾ ഈശോ മിശിഹായുടെ ജനന തിരുനാളിൻ്റെ സ്നേഹം നിറഞ്ഞ മംഗളങ്ങൾ ഏവർക്കും ഹൃദ്യമായി നേരുകയാണ്. പുൽക്കൂട്ടിലെ ഉണ്ണി മിശിഹായുടെ അനുഗ്രഹം എന്നും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തുവാനായിട്ട് സഹായിക്കുന്ന തരത്തിൽ ഏറെ വിശുദ്ധിയോടുകൂടി നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. മനുഷ്യനെ തേടിയുള്ള ദൈവത്തിൻ്റെ യാത്രയും രക്ഷകന്റെ കാത്തിരിപ്പിനായുള്ള ഒരു മനുഷ്യവർഗത്തിൻ്റെ കാത്തിരിപ്പും അവസാനിക്കുന്ന ദിവസമാണ് ക്രിസ്തുമസ്. ഈ ക്രിസ്തുമസ് ദിവസം അതിൻ്റെ സന്തോഷം, അതിൻ്റെ പൂർണ്ണതയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞിരിക്കണം, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞാൻ ആസ്വദിച്ചിരിക്കണം. ഒരിക്കൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു പ്രൊഫസറിനെ ക്ലാസ് എടുക്കുവാനായിട്ട് ക്ഷണിച്ചു. ഈ പ്രൊഫസറിൻ്റെ ക്ലാസ് ഈ യൂണിവേഴ്സിറ്റിയിലുള്ള എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ പ്രൊഫസർ തൻ്റെ പ്രസംഗത്തിനിടയ്ക്ക് ഇപ്രകാരം പറഞ്ഞു: ക്രിസ്തു എന്ന വ്യക്തി ഈ ലോകത്തിൽ ജനിച്ചിട്ടില്ല, ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ച് നമുക്ക് വേണ്ടി മരിച്ചിട്ടില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ഈ വാക്യത്തെ അദ്ദേഹത്തിൻ്റെ ജ്ഞാനം കൊണ്ടും അറിവ് കൊണ്ടും ശാസ്ത്രത്തിൻ്റെ സഹായം കൊണ്ടും അതിനെ സാധൂകരിക്കുവാൻ അദ്ദേഹം പരിശ്രമിച്ചു. അതോടൊപ്പം തന്നെ തൻ്റെ മുൻപിലിരുന്ന ആൾക്കാരോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ചു പറയുവാനായിട്ട് ഉണ്ടോ? ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന് വളരെ നിശബ്ദത മാത്രമാണ് അവിടെ ഉണ്ടായത്. ഈ സമയം അദ്ദേഹം ചുറ്റും നോക്കുന്ന അവസരത്തിൽ ഏറ്റവും പിറകിൽ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഒരു തുണി സഞ്ചിയും ഉണ്ടായിരുന്നു. വളരെ സാധാരണക്കാരനായ അദ്ദേഹം തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഈ പ്രൊഫസറിനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് അങ്ങോട്ടേക്ക് കടന്നു വരാൻ സാധിക്കുമോ? പ്രൊഫസർ ക്ഷണിക്കുന്നു, നിങ്ങൾ ഇവിടേക്ക് വരിക. അദ്ദേഹം സ്റ്റേജിലേക്ക് കയറിയതിന് ശേഷം തൻ്റെ ബാഗിൽ നിന്ന് ഒരു ആപ്പിൾ കയ്യിലേക്ക് എടുത്തിട്ട് ആ ആപ്പിൾ കടിച്ചുകൊണ്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ഈ പ്രൊഫസറിനോട് പറയുന്നുണ്ട്, താങ്കൾ വളരെയധികം പ്രസിദ്ധനാണ്, പ്രഗത്ഭനാണ്, ഒരുപാട് അറിവുള്ള വ്യക്തിയാണ്, ഞാനൊരു സാധാരണക്കാരനായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആപ്പിൾ അദ്ദേഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ പ്രൊഫസറിനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഞാൻ കഴിച്ച ആപ്പിൾ മധുരമുള്ളതായിരുന്നോ കയ്പുള്ളതായിരുന്നോ എന്ന്. പ്രൊഫസർ ഉടനെ തന്നെ മറുപടി പറയുന്നു, താങ്കൾ കഴിച്ച ആപ്പിളിൻ്റെ മാധുര്യവും കയ്പും എനിക്കെങ്ങനെ അറിയുവാനായിട്ട് സാധിക്കും? ഈ സാധാരണക്കാരനായ മനുഷ്യൻ അല്പം പുഞ്ചിരി മുഖത്ത് സൂക്ഷിച്ചുകൊണ്ട് ഈ പ്രൊഫസറിനോട് പറഞ്ഞു, ഞാൻ കഴിച്ച ആപ്പിളിൻ്റെ മാധുര്യവും കയ്പും താങ്കൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് താങ്കൾക്ക് എങ്ങനെ പറയുവാനായിട്ട് സാധിക്കും? ഈ ദൈവം ഈ ലോകത്തിൽ ഇന്നും ജീവിക്കുന്നില്ല എന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും?
എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഇല്ലാതാക്കുവാൻ താങ്കൾക്ക് എങ്ങനെ സാധിക്കും? പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ക്രിസ്മസ് ദിനത്തിൽ ഈ ക്രിസ്തുവിൻ്റെ ജനന തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇതിൻ്റെ സന്തോഷം എൻ്റെ ഹൃദയത്തിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥതയോടുകൂടി അത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ക്രിസ്തുവിനെ ആത്മാർത്ഥമായിട്ട് അറിഞ്ഞിരിക്കണം. ആ ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുവാനായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ പരിശ്രമിക്കണം. ഈ ഒരു ചിന്തയുള്ളതുകൊണ്ട് മാത്രമാണ് ഈ 25 ദിനങ്ങൾ നാം നോമ്പ് നോറ്റ് ആത്മീയമായിട്ട് ഒരുങ്ങുവാനായിട്ട് നാം പരിശ്രമിച്ചത്. ഈ സന്തോഷം എൻ്റെ ഹൃദയത്തിൽ എനിക്ക് കാത്തുസൂക്ഷിക്കുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ടത് ഒരേ ഒരു കാര്യമാണ്: എൻ്റെ ദൈവത്തെ അനുഭവിക്കുവാൻ, അവൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ, അവനോട് കൂടെ ആയിരിക്കുവാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ എവിടെയോ കുറവ് വരുത്തിയിട്ടുണ്ട് എന്ന് മാത്രമാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പുൽക്കൂട്ടിലെ ഉണ്ണിയേശു തൻ്റെ പിറവി തിരുനാൾ ദിവസം നമ്മുടെ മനസ്സുകളിലേക്ക് സൂക്ഷിക്കുവാനായിട്ട്, ആത്മശോധനയ്ക്കായിട്ട് 3 ചോദ്യങ്ങൾ മാത്രമാണ് നൽകുക. സന്തോഷത്തിൻ്റെ ഈ ദിനത്തിൽ കുറച്ച് അസ്വസ്ഥതകൾ നമുക്ക് നൽകുന്ന ഈ 3 ചോദ്യങ്ങൾ കാതോർക്കുവാനും ആത്മശോധനയ്ക്ക് വിധേയമാക്കുവാനായിട്ടും നമുക്ക് സാധിക്കട്ടെ. ഉണ്ണിയേശു നമ്മളോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം: നിന്റെ ഹൃദയത്തിൽ, നിന്റെ ഭവനത്തിൽ, നിന്റെ പ്രവർത്തന മേഖലയിൽ, നിന്റെ സ്നേഹബന്ധങ്ങളിൽ എനിക്ക് വന്നു പിറക്കുവാനായിട്ട് നിനക്ക് ഇടം മാറ്റിവെക്കുവാനായിട്ട് കഴിയുമോ എന്നാണ്. നിന്റെ ഹൃദയത്തിൽ, നിന്റെ ഭവനത്തിൽ, നിന്റെ വ്യക്തിപരമായിട്ടുള്ള സ്നേഹബന്ധങ്ങളിൽ, നിന്റെ പ്രവർത്തന മേഖലകളിൽ എനിക്ക് വന്നു പിറക്കുവാൻ നിനക്ക് ഇടം നൽകുവാനായിട്ട് സാധിക്കുമോ? ക്രിസ്മസ് ദിനങ്ങളിലൊക്കെ നമ്മളൊക്കെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന ഒരു വചനമുണ്ട്: 1000 പുൽക്കൂട്ടുകളിൽ ദൈവം വന്നു പിറക്കുന്നുവെങ്കിലും നിന്റെ ഹൃദയത്തിൽ അവൻ വന്നു പിറക്കുന്നില്ല എങ്കിൽ ഈ ക്രിസ്മസ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം ക്രിസ്തുനാഥൻ നമ്മോട് ചോദിക്കുന്നുണ്ട് ഒരേ ഒരു ചോദ്യം മാത്രം: എനിക്ക് വന്ന് പിറക്കുവാൻ നിനക്ക് ഒരു ഇടം മാറ്റിവെക്കുവാനായിട്ട് കഴിയുമോ? ഈശോയുടെ ജനനത്തെക്കുറിച്ച് വിവരിക്കുന്ന സുവിശേഷ ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അവൻ വന്നു പിറക്കുന്നത് ഒരു കാലിത്തൊഴുത്തിലാണ്. വചനം ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നു: അവന് സത്രത്തിൽ ഇടം ലഭിച്ചില്ല. വളരെ സ്പഷ്ടമായി പറഞ്ഞാൽ അവർ അവന് സത്രത്തിൽ ഇടം നൽകിയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാൻ. ഈശോ നമ്മോട് ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ: നിന്റെ ജീവിതത്തിൽ ഇതുവരെ നീ ഏത് പാതയാണ് നീ സ്വീകരിച്ചത് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിന്റെ ജീവിതത്തിൻ്റെ കുറവുകൾ എന്തൊക്കെയാണ് എന്ന് എണ്ണി എണ്ണി പറയുവാനായിട്ട് നീ പരിശ്രമിക്കേണ്ട കാര്യമില്ല. ഒരേ ഒരു കാര്യം മാത്രമേ ഞാൻ നിന്നോട് ചോദിക്കുന്നുള്ളൂ: നിനക്കൊരല്പം ഇടം നൽകാൻ മനസ്സുണ്ടോ? സക്കേവൂസിനോട് ഈശോനാഥൻ പറയുന്നുണ്ട്: സക്കേവൂസ്, നീ ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. സക്കേവൂസിന് ഒരുപക്ഷെ പറയാമായിരുന്നിരിക്കാം: ദൈവമേ, ഈശോയെ, ഇന്ന് എൻ്റെ ഭവനം ഒരുങ്ങിയിട്ടില്ല, എനിക്ക് ഇന്ന് അല്പം ബുദ്ധിമുട്ടുകളുണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നീ എൻ്റെ ഭവനത്തിലേക്ക് വന്നാൽ നല്ലതായിരിക്കും എന്ന് സക്കേവൂസിന് പറയാമായിരുന്നു. പക്ഷേ സക്കേവൂസ് സ്വയം മനസ്സോടുകൂടി ഈശോയെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു. ഈശോ അവൻ്റെ ഭവനത്തിലേക്ക് വരുന്നു. അവൻ്റെ ഭവനത്തെ അവൻ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈശോയുടെ സാന്നിധ്യം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പ്രകാശമാനമാകും, അവിടെയൊക്കെ അനുഗ്രഹം നിറയും. പുൽക്കൂട്ടിൽ ഈശോനാഥൻ പിറക്കുമ്പോൾ സമയം പാതിരാത്രിയാണ് എന്ന് നമുക്കറിയാം. എങ്കിലും ആ പുൽക്കൂട്ടിൽ ഉണ്ണിയേശു പിറന്നപ്പോൾ അവിടെ പ്രകാശമാനമായി. ഈശോ മരിക്കുന്നത് നട്ടുച്ച നേരത്താണെന്ന് നമുക്കറിയാം. അവൻ്റെ മരണത്തിൽ ഈ ലോകം മുഴുവൻ അന്ധകാരം വ്യാപിച്ചു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് അനുഗ്രഹം കൊണ്ടുവരുവാനായിട്ട് സഹായിക്കും. അവന് വന്നു പിറക്കുവാൻ ഇടം നൽകിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തെ പ്രകാശമാനമാക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഉണ്ണിയേശു നമ്മോട് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം: നിന്റെ ജീവിതത്തിൽ നീ ഏറ്റെടുക്കുന്ന വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുവാനായിട്ടുള്ള മനസ്സ് പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നിനക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. ക്രിസ്മസ് ദിനം
പിതാവായ ദൈവം മനുഷ്യ വംശത്തിന് നൽകിയ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ദിവസമാണ്. ഈ ദിവസമാണ് ഈശോനാഥൻ നമ്മോടും ചോദിക്കുന്നത്, നിന്റെ ജീവിതത്തിൽ നീ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നവനാണോ? കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ വിവാഹ ദിനത്തിൽ അവരേറ്റെടുക്കുന്ന വിവാഹ വാഗ്ദാനവും, സമർപ്പിത ജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ വ്രത വാഗ്ദാനവും ഓരോ ദിവസവും അനുസ്മരിച്ചുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അവയെ അനുവർത്തിക്കുവാനായിട്ടുള്ള ആഗ്രഹവും പരിശ്രമവും അവരുടെ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കുവാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ അവർക്ക് നല്ല ഓർമ്മകൾ എപ്പോഴും സമ്മാനിക്കുവാനായിട്ട് സാധിക്കും എന്ന് മറക്കാതിരിക്കുക. നമ്മളുടെ ജീവിതത്തിലെ വാഗ്ദാനങ്ങളെ നമുക്ക് ഓർക്കാം. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ടുള്ള ആഗ്രഹവും പരിശ്രമവും നമ്മൾക്ക് ഉണ്ടാകുവാനായിട്ട് പരിശ്രമിക്കാം. അതിനു വേണ്ടിയിട്ട് ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് മനസ്സ് കാട്ടുകയും ചെയ്യാം. മൂന്നാമതായി ഉണ്ണീശോ നമ്മോട് ചോദിക്കുന്ന ചോദ്യം, നിന്റെ ഇല്ലായ്മകളുടെ നടുവിലും സമ്പന്നനായി ജീവിക്കുവാൻ നിനക്ക് സാധിക്കുമോ എന്നാണ്. നിന്റെ ഇല്ലായ്മകളുടെ നടുവിലും നിനക്ക് സമ്പന്നനായി ജീവിക്കുവാനായിട്ട് സാധിക്കുമോ? ഒരിക്കൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ബിൽ ഗേറ്റ്സിനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇൻ്റർവ്യൂവർ ബിൽ ഗേറ്റ്സിനോട് ചോദിക്കുന്നുണ്ട്, താങ്കളെക്കാൾ ഈ ലോകത്തിൽ സമ്പന്നനായി ആരെങ്കിലും ഉണ്ടോ? ബിൽ ഗേറ്റ്സ് പറയുന്നു, ഉണ്ട്. അദ്ദേഹം ഒരു സംഭവം അവിടെ വിവരിക്കുകയാണ്. അദ്ദേഹം അത്ര പ്രശസ്തനല്ലായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന അവസരത്തിൽ, ഫ്ലൈറ്റിനായി കാത്തിരിക്കുന്ന അവസരത്തിൽ ന്യൂസ് പേപ്പർ വിൽക്കുന്ന ഒരു വ്യക്തി അതിലെ കടന്നുപോയി. അപ്പോൾ ബിൽ ഗേറ്റ്സിന് ന്യൂസ് പേപ്പർ വാങ്ങണമെന്നും അത് വായിക്കണമെന്നുമുള്ള ഒരാഗ്രഹമുണ്ടായി. ന്യൂസ് പേപ്പർ വിൽക്കുന്നയാളെ അവിടേക്ക് വിളിക്കുകയാണ്. ന്യൂസ് പേപ്പർ വാങ്ങിയതിന് ശേഷം പൈസ കൊടുക്കാനായിട്ട് പേഴ്സ് നോക്കിയപ്പോൾ ഈ ന്യൂസ് പേപ്പർ കൊടുക്കാനായിട്ടുള്ള ചേഞ്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ പത്രം തിരികെ നൽകിയതിന് ശേഷം ബിൽ ഗേറ്റ്സ് അദ്ദേഹത്തോട് പറയുന്നു, എൻ്റെ കയ്യിൽ ആവശ്യത്തിനുള്ള ചേഞ്ച് ഇല്ല, അതുകൊണ്ട് എനിക്ക് ഈ പത്രം വേണ്ട. ഈ പത്രക്കാരൻ ഈ പത്രം ബിൽ ഗേറ്റ്സിനെ നിർബന്ധിച്ച് ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, താങ്കൾ ഇത് എടുത്തുകൊള്ളുക. ബിൽ ഗേറ്റ്സ് അത് നിരസിച്ചു എങ്കിലും അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിൻ്റെ പുറത്ത് ഈ പത്രം വാങ്ങുകയും വായിക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷം മറ്റൊരു തവണ കൂടി ഇതുപോലെയുള്ള യാത്രാവേളയിൽ ഇതേ പത്രക്കാരനെ കാണുകയും ഇതേപോലെ തന്നെ പത്രം വാങ്ങിക്കാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുകയും പേഴ്സ് തപ്പുമ്പോൾ അദ്ദേഹത്തിന് ആവശ്യത്തിനുള്ള ചേഞ്ച് കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്തില്ല. ഈ അവസരത്തിൽ വീണ്ടും ഈ പത്രക്കാരൻ അദ്ദേഹത്തെ നിർബന്ധിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഇന്നത്തെ എൻ്റെ പത്ര വിൽപ്പന പൂർത്തിയാകാറായി, എനിക്ക് കിട്ടേണ്ട പൈസ എല്ലാം തിരികെ കിട്ടി, ഇനി ഈ വിൽക്കുന്നതെല്ലാം ലാഭമാണ്, എൻ്റെ ലാഭത്തിൽ നിന്നാണ് ഞാനിത് നിങ്ങൾക്ക് നൽകുന്നത്, നിങ്ങളിത് എടുത്തുകൊള്ളുക. ബിൽ ഗേറ്റ്സ് അന്ന് അറിയപ്പെടാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ബിൽ ഗേറ്റ്സ് വളരെയധികം പ്രശസ്തിയാർജിച്ച ഒരു വ്യക്തിയായിട്ട് മാറി, ലോകത്തിലെ ഏറ്റവും വലിയ ധനാഢ്യനായി. അങ്ങനെയിരിക്കെ ഈ വ്യക്തിയെക്കുറിച്ച് ബിൽ ഗേറ്റ്സ് ഓർക്കുകയും ഈ വ്യക്തിയെ തപ്പിപ്പിടിച്ച് കണ്ടെത്തുകയും ചെയ്തു. അദ്ദേഹത്തോട് പറയുന്നുണ്ട്, താങ്കൾക്ക് എന്നെ അറിയാമോ? അദ്ദേഹം പറയുന്നു, താങ്കൾ ബിൽ ഗേറ്റ്സ് ആണ് എന്ന് എനിക്കറിയാം. താങ്കൾ എനിക്കൊരു പ്രാവശ്യം ഈ പത്രം ദാനമായിട്ട് നൽകിയിട്ടുണ്ട്, സമ്മാനമായിട്ട് നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, താങ്കൾക്ക് ചില്ലറയില്ലാഞ്ഞിട്ട് ഞാൻ 2 പ്രാവശ്യം ഈ പത്രം നൽകിയതായിട്ട് എനിക്കറിയാം. താങ്കൾക്ക് എന്നെ അന്നും അറിയാമായിരുന്നോ? എനിക്ക് അറിയാമായിരുന്നു. താങ്കൾക്ക് എന്തെങ്കിലും എനിക്ക് ചെയ്യണമെന്നുണ്ട്, താങ്കളുടെ മനസ്സിലെ ആഗ്രഹം എന്തു വേണമെങ്കിലും പറഞ്ഞുകൊള്ളുക, ഞാനത് നിങ്ങൾക്ക് സാധിച്ചു തരാം. അദ്ദേഹം ഉടനെ മറുപടി പറയുകയാണ്, അല്ലയോ ബിൽ ഗേറ്റ്സ്, താങ്കൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായി കഴിഞ്ഞപ്പോഴാണ് താങ്കൾക്ക് എന്നെ സഹായിക്കണം എന്നുള്ള ഒരു മനസ്സുണ്ടായത്. എന്നാൽ ഞാൻ നിങ്ങളെ സഹായിക്കുന്ന അവസരത്തിൽ എനിക്ക് അത്ര സമ്പാദ്യമൊന്നും ഇല്ലാതിരുന്ന അവസരമായിരുന്നു. ബിൽ ഗേറ്റ്സിൻ്റെ തല താഴ്ന്നു പോവുകയാണ് ചെയ്തത്. അദ്ദേഹം പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മ ചെയ്യാൻ, നിങ്ങളുടെ ജീവിതത്തിൽ സമ്പാദ്യം വരുവാനായിട്ട് ഉണ്ടാകാനായിട്ട് നിങ്ങൾ കാത്തിരിക്കേണ്ടത് ആവശ്യമായിട്ടില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ചാവറ പിതാവും പറഞ്ഞു വയ്ക്കുന്നത്, അപരന് ഉപകാരം ചെയ്യാനായിട്ട് നിങ്ങളെപ്പോഴും മനസ്സ് കാട്ടണം,
ഒരു നന്മയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ആ ദിവസം നിങ്ങളുടെ ആയുസ്സിൻ്റെ കണക്ക് പുസ്തകത്തിൽ ചേർക്കപ്പെടുകയില്ല എന്നും പറയുന്നത് ഇതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ചെയ്യാവുന്ന നന്മകൾ ചെയ്തുകൊണ്ട് നമ്മളുടെ ഇല്ലായ്മകളിലും സമ്പന്നരായി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് നമുക്ക് സാധിക്കുന്നത് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളൊരു മനസ്സ് നമ്മൾ കാട്ടുമ്പോഴാണ്. നമ്മൾ പങ്കുവയ്ക്കണം നമ്മളുടെ അധ്വാനം, നമ്മളുടെ കഴിവുകൾ, നമ്മളുടെ സമയം, നമ്മളുടെ ധനം. ഇത് പങ്കുവെച്ചുകൊണ്ട് സമ്പന്നരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഉണ്ണിയേശു നൽകുന്ന ഈ 3 ചോദ്യങ്ങളും കുറച്ച് അസ്വസ്ഥതകളാണ് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് സമ്മാനമായിട്ട് ലഭിക്കുക. ദൈവവചനം ശ്രവിക്കുമ്പോൾ അത് എൻ്റെ ഹൃദയത്തിൽ അസ്വസ്ഥത ജനിപ്പിക്കുന്നുണ്ട് എങ്കിൽ ആ ദൈവവചനം എനിക്ക് അനുഗ്രഹമായിട്ട് മാറും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉണ്ണിയേശുവിൻ്റെ ഈ 3 ചോദ്യങ്ങൾ നമ്മളുടെ ഹൃദയത്തെ തപിപ്പിക്കട്ടെ. തപിപ്പിക്കുവാനായിട്ട് ഈ 3 ചോദ്യങ്ങൾ കനലായി എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ ചേർത്തു വയ്ക്കുക. കനലെപ്പോഴും ചൂട് നൽകുന്നതാണ്. ചൂട് നൽകുന്ന ഈ 3 ചോദ്യങ്ങളെക്കുറിച്ച് ആത്മശോധന നടത്തി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. എൻ്റെ ഹൃദയത്തെ ചൂട് പിടിപ്പിക്കുന്ന കനലായിട്ട് ഇതെന്നും എൻ്റെ കൂടെയുള്ളപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു പരിവർത്തനമുണ്ടാകും. എൻ്റെ ഹൃദയം കനിവുള്ളതായിട്ട് മാറും, കരുണയുള്ളതായിട്ട് മാറും. എൻ്റെ ഹൃദയം സ്നേഹം കൊണ്ട് നിറയും. അതുകൊണ്ട് കനലായി കനിവായ എൻ്റെ ഹൃദയത്തിൽ ഈ കനലും കനിവും ഞാൻ ചേർത്ത് വയ്ക്കുമ്പോൾ മറ്റുള്ളവൻ്റെ കണ്ണീരൊപ്പാനും അവൻ്റെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവന് ഒരു കൈത്താങ്ങ് നൽകുവാനും എൻ്റെ കരങ്ങൾ ശക്തിയുള്ളതാകും. അതുകൊണ്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ ഉണ്ണിയേശുവിൻ്റെ ഈ 3 ചോദ്യങ്ങൾ, ഈ സന്ദേശങ്ങൾ കനലായി കനിവായി കരമായി കാത്തു സൂക്ഷിക്കാൻ നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ. പുൽക്കൂട്ടിലെ ഉണ്ണിയേശു നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.